എല്ലാവർക്കും ബാങ്ക്ലെസ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബിറ്റ്കോയിൻ ETF അഥവാ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ബിറ്റ്കോയിൻ ETF എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വളരെ ലളിതമായിട്ട് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കലല്ലാതെ, അതായത് നമ്മളൊരു ഡയറക്റ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ബിറ്റ്കോയിൻ വാങ്ങിക്കലല്ലാതെ ബിറ്റ്കോയിനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബേസിക്കലി രണ്ട് വഴികളാണുള്ളത്. ബിറ്റ്കോയിൻ സ്പോട്ട് ETF അതുപോലെ തന്നെ ഫ്യൂച്ചർ ETF ആണുള്ളത്. ഫ്യൂച്ചർ ETF നോക്കുകയാണെങ്കിൽ അതൊരു ബെറ്റിംഗ് ഒക്കെ പോലെയാണ്. അതായത് ബിറ്റ്കോയിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് നമ്മൾ ബെറ്റ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നാളെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാമെന്ന വിശ്വാസത്തിൽ ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് ഫ്യൂച്ചർ ETF കാണുന്നത്. നമ്മൾ ഇവിടെ ആക്ച്വലി ബിറ്റ്കോയിൻ വാങ്ങുന്നില്ലെങ്കിലും ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ബിറ്റ്കോയിൻ പ്രൈസിനെ കുറിച്ചൊരു പ്രഡിക്ഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. പക്ഷേ ഇതിന് വിഭിന്നമായിട്ട് സ്പോട്ട് ETF കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഇവിടെ ഒരു കമ്പനി ഒരുപാട് പേരിൽ നിന്നും പൈസ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നമ്മൾ എത്രയാണോ നമ്മൾ ഇതിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു സംഖ്യ കളക്ട് ചെയ്ത് അതുപയോഗിച്ച് റിയൽ ബിറ്റ്കോയിൻ പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടുകയും താഴുകയും ചെയ്യുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പേര് ചേർന്ന് ഒരു സ്ഥലം ഷെയർ ഇട്ട് വാങ്ങുന്നു, പിന്നീട് അത് മറിച്ച് വിറ്റ് ലാഭം അവർ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് പ്രപ്പോർഷണലായിട്ട് ഷെയർ ചെയ്യുക എന്നതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ സ്ഥലത്തിന് പകരം ബിറ്റ്കോയിനാണ് ഒരുമിച്ച് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. പല രാജ്യങ്ങളിലും ഈ ഒരു രണ്ട് ETF അതായത് ഫ്യൂച്ചർ ETF അതുപോലെ തന്നെ സ്പോട്ട് ETF അനുമതി ഉണ്ടായിരുന്നെങ്കിലും US കഴിഞ്ഞ ആഴ്ച വരെ, അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ജാനുവരി 10, 2024 വരെ സ്പോട്ട് ETF അനുമതി ഉണ്ടായിരുന്നില്ല. സോ കഴിഞ്ഞ ജാനുവരി 10 SEC അഥവാ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ആൻഡ് കമ്മീഷൻ ഓഫ് US സ്പോട്ട് ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അഥവാ ETF അപ്രൂവൽ നൽകുന്നത്. ഇതിനെ വാൾ സ്ട്രീറ്റും ബാക്ക് ചെയ്യുന്നു. ഇതിലൂടെ ബിറ്റ്കോയിൻ എന്താണ് ഗുണം എന്ന് നോക്കുകയാണെങ്കിൽ, സാധാരണക്കാരുള്ള ഒരുപാട് പേർക്ക് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് വളരെ അകന്നു നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ ആണ്. ഇതിലൂടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഡിജിറ്റൽ കറൻസിയായ ബിറ്റ്കോയിനിൽ അവരുടെ പണം ഉപാധികളോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഉപാധികൾ എന്ന് പറയുന്നത് ചില നയങ്ങളാണ്, അല്ലെങ്കിൽ റെഗുലേഷൻസ് ആണ്. റെഗുലേഷൻസ് പലപ്പോഴും ഇതിൻ്റെ കാര്യക്ഷമതയെ ഉറപ്പുവരുത്തുന്നു. ബേസിക്കായിട്ട് ETF എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ETF എന്നത് ഒരു പൂൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഒരുപാട് പൈസകൾ പൂൾ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം. ഇത് നമ്മൾ മ്യൂച്വൽ ഫണ്ടൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ സ്റ്റോക്ക്, ബോണ്ട് പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യാനും ഇത് സാധിക്കും. ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കേണ്ട, നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏറിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നതനുസരിച്ച് നമുക്ക് ഡേ ടു ഡേ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഗോൾഡ് എങ്ങനെയാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുക. സ്പോട്ട് ETF ഇൻവെസ്റ്റേഴ്സിന് ബിറ്റ്കോയിനിലേക്ക് ഡയറക്റ്റ് ആക്സസ് ലഭിക്കുന്നു. നിലവിൽ 11 ഫേമുകൾക്കാണ് SEC അവരുടെ ബിറ്റ്കോയിൻ ETF അപ്രൂവൽ നൽകിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ബ്ലാക്ക് റോക്സ് ഐഷ്യ ബിറ്റ്കോയിൻ ട്രസ്റ്റ് എന്ന കമ്പനിക്ക് അപ്രൂവൽ കൊടുത്തു. അതുപോലെ തന്നെ പിന്നെയും 10 കമ്പനികളുണ്ട്. അതായത് ഗ്രേ സ്കെയിൽ ബിറ്റ്കോയിൻ ട്രസ്റ്റ്, ARK21 ഷെയർസ് ബിറ്റ്കോയിൻ ETF, ബിറ്റ്വൈസ് ബിറ്റ്കോയിൻ ETP ട്രസ്റ്റ്, വിസ്ഡം ട്രീ ബിറ്റ്കോയിൻ ഫണ്ട്, ഫിഡലിറ്റി വൈസ് ഒറിജിൻ ബിറ്റ്കോയിൻ ട്രസ്റ്റ്, വാൻ എക്ക് ബിറ്റ്കോയിൻ ട്രസ്റ്റ്, ഇനെസ്കോ ഗാലക്സി ബിറ്റ്കോയിൻ ETF, വാൽകാപ്പ് ബിറ്റ്കോയിൻ ഫണ്ട്, ഹാഷ്ടാഗ്സ് ബിറ്റ്കോയിൻ ETF, ഫ്രാങ്ക്ലിൻ ബിറ്റ്കോയിൻ ETF എന്നിവയാണ് SEC ബിറ്റ്കോയിൻ ETF അപ്രൂവൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്പോട്ട് ബിറ്റ്കോയിൻ ETF എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കുകയാണെങ്കിൽ, സ്പോട്ട് ബിറ്റ്കോയിൻ ETF ഒരു സെക്യൂർ ഡിജിറ്റൽ വാൾട്ടിൽ ബിറ്റ്കോയിനെ ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കസ്റ്റോഡിയൻസ് അഥവാ സൂക്ഷിപ്പുകാരുണ്ടാവും. അത് അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ഇത് സൂക്ഷിച്ചിട്ടുണ്ടാവുക. സ്പോട്ട് ETF പ്രധാന ലക്ഷ്യം എന്തെന്നാൽ ക്രിപ്റ്റോ മാർക്കറ്റിലെ ബിറ്റ്കോയിൻ്റെ പ്രൈസ്, നമ്മൾ ഭയങ്കര വോളറ്റൈലായിട്ടുള്ളൊരു രീതിയിൽ പോകുന്ന ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും ETF നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യം തന്നെ പലരിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ നിന്നും ബിറ്റ്കോയിൻ മേടിച്ച് വളരെ സുരക്ഷ ഉറപ്പാക്കി അത് ഹാക്കിൽ നിന്നൊക്കെ മുക്തമാക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. ETF പിന്നീട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, അത് കൈവശം വെച്ചിരിക്കുന്ന ഒരു നിശ്ചിത എണ്ണം ഉണ്ടാവും ബിറ്റ്കോയിൻ്റെ, അതിനനുസരിച്ച് അനുപാതകമായിട്ടുള്ള ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അതായത് ETF ഓഹരി വില നിലവിലുള്ള ബിറ്റ്കോയിൻ അതാത് കാലത്തെ മാർക്കറ്റ് വിലയെ ആണ് കണക്കാക്കുന്നത്. അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഈ ഷെയർസ് വാങ്ങാനും വിൽക്കാനും കഴിയും. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ശ്രദ്ധിച്ചുകൊണ്ട് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ബാലൻസ് നിലനിർത്തി ഒരു സ്റ്റേബിൾ മാർക്കറ്റ് കൊണ്ടുവരാൻ ETF കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോട്ട് ETF കൂടുതൽ ആളുകളിലേക്ക് ഡിജിറ്റൽ മണിയായ ബിറ്റ്കോയിൻ എത്തിക്കാൻ സാധിച്ചേക്കും. വളരെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കൗണ്ട് വർദ്ധിക്കുക എന്നതാണ് ഈ ഒരു അപ്രൂവൽ കൊണ്ട് ഏറ്റവും വലിയ കാര്യം. ക്രിപ്റ്റോയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ ഇത് സാധിക്കും. ടെക്നിക്കൽ ഹഡിൽസ് കുറച്ച് അസറ്റ് മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്പോട്ട് ETF വരുന്ന റെഗുലേഷൻസ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നു. അതുമാത്രമല്ല ഭാവിയിൽ ടാക്സ് ബെനിഫിറ്റ്സും ഇതിലൂടെ സാധ്യമാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.